السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, മുഹിബ്ബീങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അള്ളാഹു നമുക്ക് നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് മുഹിബ്ബീങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്, ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നവരുണ്ട്, പല സംശയങ്ങളും കമന്റിലൂടെയും പറഞ്ഞവരുണ്ട്, എഴുതി അയക്കുന്നവരുണ്ട്. ഉംറക്ക് പോവാൻ, ഹജ്ജിക്ക് പോവാൻ, അവിടെ ഒന്ന് റൗള ഷരീഫ് ഒന്ന് സിയാറത്ത് ചെയ്യാൻ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും അല്ലാഹ് ആ പച്ചക്കുബ്ബ കാണാൻ, റൗള ഷരീഫ് സിയാറത്ത് ചെയ്യാൻ, മദീന കാണാൻ, മക്ക കാണാൻ അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ആ മുത്തുനബി തങ്ങളാണ് പറയുന്നത്, ഒരുപാട് സുന്നത്തുകൾ ജീവിതത്തിൽ നമ്മൾ പകർത്തണം. പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിച്ചത്, നമ്മളെല്ലാം പ്യാന്റ് ധരിക്കാറുണ്ട്, ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട്. പ്യാന്റ് നിന്നിട്ട് ഒരാള് ധരിച്ചെങ്കിൽ മറവിയുണ്ടാവും, ദാരിദ്ര്യമുണ്ടാവും. ഇത് ശരിയാണോ? ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? കിതാബിൽ എങ്ങനെയാണ് പറഞ്ഞത്? പ്രിയപ്പെട്ട സുഹൃത്തിനോട് ആദ്യം തന്നെ പറയുന്നത്, നമുക്ക് സ്വന്തമായി ഒരു കാര്യം പറയാൻ വേണ്ടി പറ്റൂല. അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, അതല്ല ഇൽമ്. ഇൽമ് എന്ന് പറഞ്ഞാൽ യഖീനാണ്, ഉറപ്പാണ്. അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ ശൈഖുനാ എൻ്റെ ഉസ്താദ് പറഞ്ഞതുപോലെ അത് ലന്നാണ്, അതിനിക്ക് ഇൽമ് എന്ന് പറയൂല. ഇൽമ് എന്ന് പറഞ്ഞാൽ തറപ്പിച്ചിട്ട് പറയലാണ്. ഫുഖഹാക്കൾ ഈ വിഷയത്തിൽ, ഇമാമിങ്ങൾ എന്താണ് ഈ കാര്യത്തിൽ പറഞ്ഞത്? ഇത് ഹറാമാണോ അല്ലെങ്കിൽ സബൽ മുബിഖാത്തിൽ പെട്ടതാണോ? അങ്ങനത്തെ കാര്യമൊന്നും അല്ല. എന്നാലും അങ്ങനെ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നാണ് പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിച്ചത്. ആ ചോദ്യത്തിന് ഒരിക്കലും ഞാൻ തള്ളിക്കളയുന്നില്ല. എന്നാലും ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്സൂം തന്റെ ഫത്ഹുൽ മുഈൻ, സയ്യിദുൽ ബക്കരി തന്റെ ഇയാനത്തുൽ ത്വാലിബീൻ പറയുന്നുണ്ട്. ആ ഇബാറത്തൊന്നും ഞാൻ വായിക്കുന്നില്ല, പെട്ടെന്ന് കാര്യം പറയുകയാണ്. ആല ഇബ്നു അജ് അൽ മാലിക്കി റഹിമഹുല്ലാഹ്, ആ ഇമാം പറയുകയാണ്, നിന്നതായ നിലക്ക് തലപ്പാവ ധരിക്കുന്നതിനെ പതിവാക്കണം. അത് സുന്നത്താണ്. നിന്നതായ നിലക്ക് നിന്നിട്ടാണ് തലപ്പാവ് മുണ്ടാസ് കെട്ടേണ്ടത്. ഇരുന്നിട്ടാണ് പ്യാന്റ് ഇടേണ്ടത്. ഇയാനത്തു ത്വാലിബീൻ 2-ാം വാല്യം 140-ാം പേജിൽ കാണാം. അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ ഇരുന്നിട്ടല്ലാതെ പ്യാന്റ് ധരിച്ചിട്ടില്ല, ഇട്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ അജൽ ഹൈതമി റഹിമഹുല്ലാഹ് തന്റെ ഫതാഹുൽ കുബ്രയിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, തലപ്പാവിനെ കുറിച്ചിട്ടല്ല. അവിടെയും പറഞ്ഞ മറുപടി എന്താണ്? അന്ന സുന്നത്ത് അയ്യകൂന ഖായിദ, ഇരുന്നിട്ടാണ് പ്യാന്റ് ധരിക്കേണ്ടത്. ഒരു കസാലയിലിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇരിക്കാൻ സൗകര്യമുള്ള അതുപോലെ ഇരുന്നിട്ട് ഇരിക്കലാണ് നല്ലത്. എന്നാൽ ഇമാം ഷർവാനി ഇമാം തങ്ങളും പറയുന്നുണ്ട്, 1-ാം വാല്യം 145-ാം പേജിൽ ഈ മസാല. ബഹുമാനപ്പെട്ട ഇമാം കല്ലൂബി ഇമാം 1-ാം വാല്യം 78-ാം പേജിൽ പറയുന്നുണ്ട്, ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ലിയന്ന അഖസഹുമാ, ഇതിനിക്ക് നേരെ ഓപ്പോസിറ്റ് ഒരാൾ ചെയ്തു. എങ്ങനെ? ഇരുന്നിട്ടാണ് തലപ്പാവ്, നിന്നിട്ടാണ് പ്യാന്റ് ഇട്ടത്. എന്നാൽ ഇതെനിക്ക് നേരെ വിപരീതം ചെയ്താൽ യൂരിസുൽ ഫഖറ, ദാരിദ്ര്യത്തെ അതെന്താകും? ബർദി കൂട്ടും, ദാരിദ്ര്യമുണ്ടാവും. പിന്നെ വന്നിസിയാൻ, മറവിയും ഉണ്ടാവും. ഇത് കല്ലൂബി ഇമാം ആ കിതാബിൽ മാത്രമല്ല മറ്റു ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഉള്ളതാണ്, തള്ളിക്കളയേണ്ടതല്ല. അപ്പൊ റസൂലുള്ളാഹിന്റെ സുന്നത്ത് എങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലപ്പാവ് ധരിച്ചത്, പിന്നെ ഡ്രസ് ഇട്ടത്, എല്ലാം ശമായിൽ തുർമദി ഇമാം തുർമദി ഇമാം തങ്ങൾ അതിന് കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട്. മുത്തുനബിന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തിയാൽ
ഒരു കുഴപ്പവും ഒരു ബുദ്ധിമുട്ടും വരാനില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഹിബീങ്ങളെ, സഹോദര സഹോദരിമാരെ, ഇത് ചോദിച്ച ഞാൻ പച്ചക്കുതിര ഒരു വീട്ടിൽ വന്നാൽ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട്. പല ആൾക്കാരും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, സന്തോഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നിങ്ങൾക്ക് നാഫിയായ ഇൽമ നൽകട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു തആല സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അപ്പൊ ഈ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അത് കുഫറിലേക്ക് അടുത്തായിട്ടുണ്ട്. ദാരിദ്ര്യത്തിനെ സംബന്ധിച്ച് മുത്തുനബി തങ്ങൾ പ്രത്യേകം ദുആ ചെയ്യുമായിരുന്നു. ദാരിദ്ര്യം വല്ല അപകടമാണ്, ഡേഞ്ചറാണ്. ആ ദാരിദ്ര്യം വരുത്തിക്കൂട്ടുന്ന ഒരുപാട് കാര്യം ബഹുമാനപ്പെട്ട ഇമാം ഷർവാനി ഇമാം പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, ഭക്ഷണ വസ്തുക്കളെ മലിനമായ സ്ഥലത്തിൽ ഇടാൻ പാടില്ല. ഭക്ഷണത്തെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തന്റെ യഹിയയിൽ പറഞ്ഞത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഒരു റൊട്ടി ഒരു പത്തിരിന്റെ മുമ്പിൽ എത്തണമെങ്കിൽ 600 മനുഷ്യന്മാർ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭക്ഷണത്തിന് മലിനമായ വസ്തു നജസിലേക്ക്, ആ സ്ഥലത്തിലേക്ക് എറിയാൻ പാടില്ല. ഒരുപാട് ആൾക്കാർ ഭക്ഷണം കഴിക്കുക, ആ പാത്രം കഴുകിയതായ അതിൽ ഒരുപാട് അവശിഷ്ടങ്ങൾ ഭക്ഷണങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ ഭക്ഷണത്തിന് മലിനമായ വസ്തുവിലേക്ക്, ടോയ്ലറ്റിലേക്കെല്ലാം ഇടുന്നവരുണ്ടാവും. അതൊരിക്കലും ശരിയല്ല. അല്ലാഹു തആല ഭക്ഷണത്തിനെ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ പതിവാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആ നബിന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ദാരിദ്ര്യം നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ദാരിദ്ര്യം ഒരിക്കലും ജീവിതത്തിൽ ദാരിദ്ര്യം വരൂല. നിങ്ങൾ എന്താക്കണം? സൂറത്തുൽ വാഖിയ സൂറത്ത് പതിവാക്കണം. മുത്തുനബി തങ്ങൾ പറയുന്നു, നിങ്ങളുടെ മക്കൾക്ക്, പെൺമക്കൾക്ക് സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചു കൊടുക്കണേ. ഭർത്താക്കന്മാരുടെ കഷ്ടപ്പാട്, അവരുടെ കടങ്ങൾ, അവരുടെ പ്രശ്നം എന്തുണ്ടെങ്കിലും ഭർത്താക്കന്മാരെ പണത്തിലാവാൻ വേണ്ടി, അല്ലെങ്കിൽ നല്ല അഭിവൃദ്ധിയിലാവാൻ വേണ്ടി, നല്ല കച്ചവട ബിസിനസ്സിൽ നല്ല ബർക്കത്ത് കിട്ടാൻ വേണ്ടി നമ്മളെല്ലാം ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിയ. ആ സൂറത്തുൽ വാഖിയ ഓതിയാൽ എല്ലാ രാത്രിയിലും ഓതാം. സൂറത്തുൽ വാഖിയ ഓതിയാൽ ദാരിദ്ര്യം വരൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യത്തിനെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. 2-3 ദിക്ർ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. റഹ്മാനായ അല്ലാഹ്, ഈ പരിശുദ്ധമായ ദിക്റിന്റെ വർഗത്തുകൊണ്ട് ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട്. എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ലാഹ്. വീടിന്റെ പറമ്പ്, വീടിന്റെ സ്ഥലം അത് വിറ്റ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. എല്ലാം നീ അവർക്ക് ഖൈർ നൽകണേ റഹ്മാൻ. ഇത് ശരിപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. മദീനയിലേക്ക്, മക്കത്തേക്ക് പോവാൻ, ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലാഹ് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരുപാട് ഉമ്മപെങ്ങന്മാർ, സഹോദര സഹോദരിമാർ, ഒരുപാട് ആൾക്കാർ ക്ലാസ് കേൾക്കുന്നവരുണ്ട്. അല്ലാഹ് നാഫിയായ ഇൽമ പഠിക്കുന്നവരുണ്ട്. അല്ലാഹ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.